വസ്തുതകളെ വളച്ചൊടിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് ബി.ജെ.പിയുടെ പതിവ് ശൈലി. അതിൽ വളയ്ക്കാനും ഒടിക്കാനും ബെസ്റ്റാണ് രാജീവ് ചന്ദ്രശേഖർ. പുള്ളി കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി. കേരളത്തിൽ ശിശുമരണ നിരക്ക് കുറയാൻ കാരണം കേരളത്തിലെ യുവാക്കൾ വൻതോതിൽ വിദേശത്തേക്ക് പോകുന്നത് കൊണ്ടാണത്രേ. എങ്ങനെയുണ്ട്? വെറൈറ്റി അല്ലേ? കേരളത്തിലെ ശിശുമരണ നിരക്ക് കുറയാൻ കാരണം ആരോഗ്യരംഗത്തിലെ പുരോഗതിയോ സാമൂഹിക വികസനമോ ഒന്നുമല്ലട്ടോ. അങ്ങനെയാണെങ്കിൽ ശിശുമരണ നിരക്ക് കൂടിയതിന് കാരണം യുവാക്കൾ നാട്ടിലുണ്ടായിരുന്നതാണോ? നിങ്ങളുടെ മോദി വിചാരിച്ചാൽ ഈ യുവാക്കളെ പിടിച്ച് നാട് കടത്തായിരുന്നല്ലോ. അപ്പോഴും പ്രശ്നമുണ്ട്. അവര് പോകുന്ന നാട്ടിൽ ശിശുമരണ നിരക്ക് കൂടില്ലേ? അപ്പൊ പിന്നെ രാജീവ് ചന്ദ്രശേഖർ എന്താണാവോ ഉദ്ദേശിച്ചത്? മനോരമ ഇയർബുക്ക് സംഘടിപ്പിച്ച കേരള സമ്മിറ്റ് വികസന സെമിനാറിലായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ ഈ വിചിത്രവാദം ഉയർന്നത്. പുള്ളി പറഞ്ഞത് എന്താണെന്ന് ഞാൻ പറയാം. ഒരു രാഷ്ട്രീയക്കാരൻ ഇരുന്ന് പറയുകയാണ് കേരളത്തിൽ ശിശുമരണ നിരക്ക് വളരെ കുറവാണെന്ന്. നല്ലതാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ യൂത്ത് മൈഗ്രേഷൻ കേരളത്തിൽ നിന്നാണ്. അതായത് കുട്ടികളെ ഉണ്ടാക്കുന്ന യുവാക്കൾ ഇവിടെ നിന്ന് പോകുമ്പോൾ സ്വാഭാവികമായും ശിശുമരണ നിരക്ക് കുറയില്ലേ എന്നാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ വാക്കുകൾ. രാജീവേട്ടൻ എന്തും പറയാലോ. യുവാവല്ലാത്തോണ്ട് നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണത്തിൽ മറുപടിയുമായി മന്ത്രി പി രാജീവും രംഗത്ത് വന്നു. ശിശുമരണ നിരക്ക് കുറയുന്നതിനുള്ള കാരണം യുവാക്കൾ പുറത്തേക്ക് പോകുന്നതാണെന്ന ഒരു വിദ്വാന്റെ പരാമർശം നേട്ടങ്ങളെ അംഗീകരിക്കാനുള്ള മടി മാത്രമാണെന്നാണ് മന്ത്രിയുടെ പ്രതികരണം. അത് മന്ത്രി പറഞ്ഞത് കറക്റ്റ്. യുവാക്കൾ വിദേശത്തേക്ക് പോകുന്നതാണെന്ന അദ്ദേഹത്തിന്റെ വാദം രാഷ്ട്രീയ ദൗർബല്യത്തിന്റെ തെളിവ് തന്നെയാണ്. രാജ്യത്ത് തന്നെ മാതൃകയായി കണക്കാക്കപ്പെടുന്ന കേരളത്തിന്റെ പൊതു ആരോഗ്യ സംവിധാനത്തെ ചെറുതാക്കി കാണിച്ച് നേട്ടങ്ങളെ അംഗീകരിക്കാൻ മടിക്കുന്ന സമീപനമാണ് ബി.ജെ.പി നേതാവിന്റെ വാക്കുകളിൽ പ്രതിഫലിച്ചത്. വികസന സൂചികകളിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം എന്ന നിലയിലാണ് ഈ പ്രസ്താവനയെ പൊതുജനങ്ങൾ വിലയിരുത്തുന്നത്. വളരെ വിദ്യാഭ്യാസമുള്ള മുൻ കേന്ദ്രമന്ത്രിയാണ് ഇങ്ങനെ പറഞ്ഞത്. കേരളത്തിന്റെ ആരോഗ്യ നേട്ടങ്ങൾ കണ്ട് സഹിക്കാനാവാത്ത അവസ്ഥയിലാണോ ബി.ജെ.പി നേതൃത്വമെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതല്ലെങ്കിൽ ശിശുമരണ നിരക്ക് കുറയാൻ കാരണം യുവാക്കൾ വിദേശത്തേക്ക് പോകുന്നതാണെന്ന വിചിത്ര സിദ്ധാന്തം എങ്ങനെയെത്തി? കേരളത്തിന്റെ പൊതു ആരോഗ്യ മാതൃകയെ ലോകം പ്രശംസിക്കുമ്പോൾ അതിൽ ലോജിക്ക് കണ്ടെത്താൻ പാടുപെടുകയാണോ ഈ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ? കുട്ടികളെ ഉണ്ടാക്കുന്ന യുവാക്കൾ പോകുമ്പോൾ ശിശുമരണം കുറയില്ലേ എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം കേട്ടവർ ആദ്യം ചിരിച്ചോ അതോ അത്ഭുതപ്പെട്ടോ എന്നത് തന്നെ സംശയമുള്ള കാര്യമാണ്. വർഷങ്ങളായി ആരോഗ്യരംഗത്ത് നടത്തിയ നിക്ഷേപങ്ങളും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ ശാക്തീകരണവും മാതൃ ശിശു പരിചരണ സംവിധാനവും ഒറ്റയടിക്ക് മായ്ച്ചു കളയാൻ ഇത്ര ലളിതമായ ഗണിതം മതി എന്നാണ് ബി.ജെ.പിയുടെ കണ്ടെത്തൽ. കേരളത്തിന്റെ നേട്ടങ്ങളെ അംഗീകരിക്കാൻ കഴിയാത്തപ്പോൾ ചിലർക്ക് ഇത്തരത്തിലുള്ള പുതിയ ഗവേഷണങ്ങൾ കണ്ടെത്തേണ്ടി വരുമെന്നത് രാഷ്ട്രീയത്തിലെ പുതിയ ട്രെൻഡായിരിക്കും. എന്തായാലും കേരളത്തിന്റെ പൊതു ആരോഗ്യ നേട്ടങ്ങൾ കണക്കുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഈ വാദം സോഷ്യൽ മീഡിയയിൽ മീം മെറ്റീരിയലായി മാറിയതാണ് സത്യാവസ്ഥ.